C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മയുടെ മകന്റെ ഉള്ളിൽ എന്നോട് അടങ്ങാത്ത ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല. സൗപർണികയുടെ തീരത്ത് വെച്ച് എന്നോട് സ്നേഹം തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോഴും അമ്മയുടെ മകന്റെ ഉള്ളിലെ വിങ്ങൽ ഞാൻ തിരിച്ചറിഞ്ഞായിരുന്നു. എന്നെങ്കിലും ഏട്ടൻ തിരിച്ചറിയുമെന്നും എന്നെ അംഗീകരിക്കുമെന്നും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. മൂകാംബിക ദേവി എനിക്കത് സാധിച്ചു തന്നു. ലോകത്തെ ഏത് ഭാര്യയ്ക്ക ഇതുപോലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുക? ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ആകാശത്തോളം ഉയരത്തിൽ നിന്ന് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ അമ്മയുടെ മോൻ പരാശക്തിയുടെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി. ഇതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേ ഇല്ല. സുപ്രിയ മരിച്ചു എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്കിങ്ങനെ ഒരു സ്വപ്നതുല്യമായ ജീവിതം കിട്ടിയതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഈ അമ്മയോടാ. എന്നോടോ? എന്നോട് എന്തിനാ നന്ദി പറയുന്നത്? പ്രസവിച്ച മകനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച ഈ അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല. ലോകത്ത് ഒരു പെണ്ണും ഇതുപോലൊരു അമ്മായിയമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടാവില്ല. സത്യം, എന്റെ പെറ്റമ്മ ഇല്ലാന്നുള്ള ദുഃഖം മാറിയത് അമ്മയുടെ അടുത്ത് വന്നപ്പോഴാ. മോളെ, എല്ലാവരും പറയും അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ലെന്ന്. പക്ഷേ കഴിയുമെന്ന് എന്റെ ഈ അമ്മ തെളിയിച്ചു. അമ്മയെപ്പോലൊരാളുടെ മകനായി പിറന്നതാ ഏട്ടന് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യത്തിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. മൈ ലിറ്റിൽ കണ്ണ, ഇവളെ പോലൊരു ഡോക്ടറെ എനിക്ക് തന്നല്ലോ. ഏട്ടനെ കുറിച്ചുള്ള എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറി മറിഞ്ഞോണ്ടിരിക്കുക. ജീവിതമല്ലേടോ, ഓരോ സമയത്തും ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഓരോരുത്തരെ കുറിച്ചുള്ള ചിന്തകളും മാറി മറിഞ്ഞു വരും. കാരണം പ്രകൃതിയും ചുറ്റുപാടുകളും മാറുന്നതിനനുസരിച്ച് മനുഷ്യനും മാറും, അവന്റെ ചിന്തകളും. കഴിക്കാൻ ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുമായിരുന്നല്ലോ. വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. ഇന്നെന്താ ഒരു പുതുമ? അതൊക്കെയുണ്ട്.
ആ ആ ഏ നിനക്ക് തരാനോ? എനിക്ക് തന്നാൽ എന്താ കുഴപ്പം? അയ്യേ. അവിടെ ഡി കെ ജ്യോതിക്ക് ഭാര്യ കൊടുക്കുന്നുണ്ടല്ലോ. ഓ, ജ്യോതി ഡി കെക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തന്നാൽ എന്താ കുഴപ്പം? ദേ, മര്യാദക്ക് എനിക്ക് തരുന്നുണ്ടോ? എങ്കിലേ ഞാനിത് കഴിക്കുന്നുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ കഴിച്ചാ മതി. എനിക്കിങ്ങനെ മുറിയിരുന്ന് കഴിക്കുന്ന പോലും ഇഷ്ടമല്ല. മര്യാദയ്ക്ക് ആ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിച്ചാ പോരെ? ഇന്നത് വേണ്ട ബാലു. ഓഫ്. ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അതെ, ഡി കെയും ജ്യോതിയും മുകളിലത്തെ ബാൽക്കണിയിൽ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? കഴിക്കും. മുളക് കഴിച്ചു. കുടിച്ചു. വെള്ളം ഇനിയും വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.